ഇങ്ങനെ ഒരു അവസരം തന്ന സഭയ്ക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചിന്തക്കേട്ടൊരു വാക്യം വായിക്കാം. എഫെസ്യർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന് 19-20 വാക്യം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്നെ വലതുഭാഗത്തെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിലും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ഒത്തിരി വട്ടം നമ്മൾ കേട്ട് ഗ്രഹിച്ച് നമ്മുടെ ഓർമ്മയുള്ള ചിന്തകളാണ് ഞാൻ വായിച്ച വിഷയങ്ങൾ. നമുക്കെല്ലാവർക്കും പരിചിതമാണ്. നമുക്കറിയാം, എഫെസ്യർ എഴുതിയ ലേഖനം അപ്പോസ്തലനായ പൗലോസിൻ്റെ 4 കാരാഗ്രഹ ലേഖനങ്ങളിൽ ഒരു ലേഖനമാണ് എഫെസ്യർ എഴുതിയ ലേഖനം. ആകെ 21 ലേഖനങ്ങൾ, 4 കാരാഗ്രഹ ലേഖനങ്ങളാണ്. അതിൽ എഫെസ്യർ, കൊലോസ്യർ, ഫിലോമൻ, ഫിലിപ്പിയർ എന്നിവയാണ് 4 കാരാഗ്രഹ ലേഖനങ്ങൾ. താൻ എഴുതിയ ഈ എഫെസ്യർ എഴുതിയ ലേഖനം അതിൻ്റെ മനോഹരവും അതിൻ്റെ ദൈവശാസ്ത്രപരമായ കണ്ടന്റും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ലേഖനമാണ് എഫെസ്യർ എഴുതിയ ലേഖനം. അതുകൂടാതെ തന്നെ എഫെസ്യസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ തന്നെ താൻ ആ സഭയിലെ പർട്ടിക്കുലർ വിഷയത്തെ അഭിസംബോധന ചെയ്യാതെ താൻ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം, പിന്നെ സഭയിലെ ആത്മീക നിലവാരം, സഭയുടെ ആത്മീക സ്വഭാവം, ദൈവസഭയുടെ ഉദ്ദേശം എന്ന ഉന്നതതല വിഷയങ്ങൾ ആസ്പദമാക്കി ഈ എഫെസ്യർ എഴുതിയ ലേഖനത്തെ താൻ എഴുതിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് നിയോഗത്താൽ. അതുകൊണ്ട് ഇതിൻ്റെ ഈ അതിമനോഹരമായ സ്ക്രിപ്ചർ കൊണ്ട് ഈ ലേഖനത്തെ ലേഖനങ്ങളുടെ റാണി എന്ന് അറിയപ്പെടുന്നു. അതുകൂടാതെ തന്നെ പൗലോസിന്റെ രചനകളുടെ കിരീടമെന്നും ഒരു മനുഷ്യന്റെ ഏറ്റവും ദിവ്യമായ രചന എന്നും ഈ എഫെസ്യർ എഴുതിയ ലേഖനത്തെ നമുക്ക് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ആ സഭയിൽ അന്ന് നിലകൊണ്ടിരുന്ന ദുരുപദേശങ്ങൾക്കെതിരെ സഭ അതിനെ എങ്ങനെ നിലനിൽക്കണമെന്ന്, അതിനെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നും ആ സഭയ്ക്ക് എങ്ങനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെന്നും ഉള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് പൗലോസ് എഴുതിയ ലേഖനമാണ് ഈ എഫെസ്യർ എഴുതിയ ലേഖനം. ഈ കാര്യം ഈ എഫെസ്യർ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ആസിയയിലെ എല്ലാ സഭകൾക്ക് വേണ്ടിയിട്ട് ഈ ലേഖനങ്ങൾ വായിക്കണമെന്നും പൗലോസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, ആ സഭയ്ക്കുള്ള ബന്ധുവും കർത്താവ് തന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഈ ലേഖനത്തിൽ പറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വായിച്ച 19-ാമത്തെ വാക്യം, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഞാൻ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ദൈവം സഹായിക്കട്ടെ. പൗലോസിന്റെ പ്രാർത്ഥനകളിൽ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പറഞ്ഞത്. അത് അവസാനം പറയുന്നുണ്ട്, താൻ ശക്തിയുടെ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒരു വിഷയമാണ് നമ്മൾ വായിച്ചു കേട്ടത്. വിശ്വസിക്കുന്ന നമ്മളിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താണെന്ന് നമുക്ക് ഒത്തിരി സമയങ്ങളിൽ, ഒത്തിരി മേഖലകളിൽ, ഒത്തിരി അവസരങ്ങളിൽ അതൊക്കെ നമ്മൾ രുചിച്ചറിഞ്ഞതാണ്. എന്നാൽ നമുക്ക് ബൈബിളിൽ കുറച്ച് വ്യക്തികളുണ്ട്, നമുക്ക് അവർ ഈ അവസരങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ആ ദൈവത്തിന്റെ ശക്തി രുചിച്ചറിഞ്ഞിട്ടുള്ളത്, അവരിത് എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ച് നമുക്ക് കുറച്ച് സമയം നമുക്ക് ചിന്തിക്കാം. നമുക്ക് മോശയെ കുറിച്ച് പഠിക്കാമെങ്കിൽ, മോശ ഫറവോന്റെ മിസ്രൈമിലെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സുഖവാസത്തോടും കൂടി ജീവിച്ച് പോകുന്ന സമയത്ത് താൻ ഒരിക്കൽ ഒരു സംഭവം കണ്ടു. ഒരു സ്വന്തം ജനത്തെ, ഇസ്രായേൽ ജനത്തെ മിസ്രൈമ്യൻ അടിക്കുന്ന ഒരു രംഗം മോശ കാണുകയായിട്ടായി. അങ്ങനെ മോശ ഈ രംഗം കണ്ടപ്പോൾ മോശയ്ക്ക് സഹിച്ചില്ല. സ്വന്തം ജനത്തെ, സ്വന്തം കൂടപ്പുറപ്പിനെ ആ മിസ്രൈമ്യൻ അടിക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് മോശ പെട്ടെന്ന് അവിടെ എന്ത് ചെയ്തു, ഇടപെടുകയാണ് ചെയ്തത്. അതിന് മോശയ്ക്ക് വേറെ ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. മോശ
ആയുധ അഭ്യാസങ്ങളൊക്കെ മോശ അഭ്യസിച്ചിട്ടുള്ള ഒരാളാണ്. തന്റെ സ്വന്തം ശക്തി കൊണ്ട് ആ മിസ്രൈമിനെ വകവരുത്തി. പക്ഷേ മോശ ചെയ്ത ഈ കാര്യം മോശയുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പിറ്റേ ദിവസം മോശ അവിടെ ചെന്നപ്പോൾ ആ ജനം മോശയെ എങ്ങനെ കണ്ടു നമുക്കറിയാം. മോശയോട് ചോദ്യം ചോദിക്കുന്ന രീതിയിലാണ് വന്നത്. നീ നമ്മളെ നിന്നെ നമുക്ക് മേൽ വിചാരകനാക്കിയതാല്, നീ നമ്മുടെ പ്രഭു എന്നൊക്കെ ചോദിച്ചു മോശയെ കുറ്റപ്പെടുത്തുകയും മോശ ഇത് കേട്ടിട്ട് മോശ പേടിച്ച് മിദ്യാനിലേക്ക് ഓടിപ്പോയി. തന്റെ സ്വന്തം ശക്തിയാലാണ് മോശ ഈ കാര്യം ചെയ്തത്. പക്ഷെ അത് അവന് വിനയായിട്ട് തീർന്നു. എന്നാൽ അങ്ങനെ മിദ്യാനിൽ ചെന്ന് തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോശ ഹോരേബിൽ ഒരു മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ടു. ഹോരേബിൽ മുൾപ്പടർപ്പ് കത്തുന്നത് കണ്ട മോശ അവിടെ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഞാനാകുന്നവൻ ഞാനാകുന്നു. അത് മോശയ്ക്ക് ലഭിച്ച ഒരു സ്റ്റാർട്ടിംഗ് പോലെയാണ്. അതിനുശേഷം മോശയ്ക്ക് ലഭിച്ച ഈ ഒരു അരുളപ്പാടിന് ശേഷം, ഈ ഒരു പ്രത്യക്ഷതയ്ക്ക് ശേഷം മോശ പിന്നെ ആരുടെ മുമ്പിലും തല കുനിക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. എല്ലാ സാഹചര്യങ്ങളിലും മോശയ്ക്ക് കിട്ടിയ ഈ ഒരു ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ദൈവ ശബ്ദം കേട്ടതിന് ശേഷം മോശ എവിടേക്ക് പോയോ, ഫറവന്റെ മുമ്പിൽ ജനത്തിൽ നിന്ന് വരുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ, ജനത്തിന് ആവശ്യമുള്ള സ്ഥലത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കാര്യങ്ങളിലൊക്കെ മോശ വിജയിക്കുകയാണ് ചെയ്തത്. ഈ വിജയത്തിനുള്ള കാരണം വേറെ ഒന്നുമല്ല, തന്റെ സ്വന്തം ശക്തിയല്ല അവിടെ ഉപയോഗിച്ചത്. ദൈവം അവനിൽ പകർന്നിരിക്കുന്ന തന്റെ ശക്തിയാലാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്ത് ജനത്തെ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തിന്റെ അരികു വരെ എത്തിക്കുവാനുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ദൈവം മോശയ്ക്ക് വേണ്ടിയിട്ട് നൽകിയത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് യോശുവയെ കുറിച്ച്. യോശുവ അമാലേക്യരോട് യുദ്ധത്തിന് പോയ കാര്യം നമുക്കറിയാം. യോശുവ അമാലേക്യരുടെ യുദ്ധത്തിൽ പോകുന്ന സമയത്ത് എല്ലാ സൈനികരും ഒക്കെ കൂടെ ഉണ്ട്. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാ സൈനികരുടെയും യോശുവയുടെയൊക്കെ സ്വന്തം ശക്തി കൊണ്ടാണ് ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ സ്വന്തം ശക്തി കൊണ്ട് അവർ യുദ്ധത്തിന് പോകുന്ന സമയത്ത്, യുദ്ധം കടുക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് യോശുവ പറയുന്നുണ്ട്. എന്താണ്? യോശുവ താൻ ആകാശത്തേക്ക് നോക്കിയിട്ട് സൂര്യനെ നോക്കിയിട്ട്, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയാലോൺ താഴ്വരയിൽ നിൽക്ക എന്ന് പറയുന്ന ആ ശക്തി തന്റെ സ്വന്തം ശക്തിയല്ല. അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ശക്തിയാണ്. അവൻ ആ ശക്തിയാൽ അങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്ത് ചെയ്തു? സൂര്യൻ ഗിബയോനിലും ചന്ദ്രൻ അയാൻ താഴ്വരയിലും നിന്നു. അതുപോലെ തന്നെ വേറെ കാണാൻ കഴിയുന്നത്, ദാവീദ് തന്റെ ചെറുപ്പകാലത്ത് ആടുകളെ മേയ്ക്കുന്ന ഒരു ജോലിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം, ഞാൻ വാക്കിങ്ങിൽ എടുത്തുന്ന റെഫറൻസ് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ദാവീദ് തന്റെ ആടുകളെ മേയ്ക്കാൻ പോയത് ഒക്കെ സ്വന്തം ശക്തി കൊണ്ടാണ് തന്റെ ആടുകളെ മേയ്ക്കാൻ പോയത് ഒക്കെ ചെയ്തത്. പക്ഷേ ആ ആടുകളിൽ ഒന്നിനെ സിംഹം പിടിച്ചപ്പോൾ, ആ ആടുകളിൽ ഒന്നിനെ ആ കരടി പിടിച്ചപ്പോൾ അവനെ കീറിക്കളയുവാനുള്ള ശക്തി ലഭിച്ചത് ദൈവത്തിന്റെ ശക്തിയാണ്. അതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്, അവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവുറ്റ വലിപ്പം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ശക്തി നമുക്ക് ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലായി. ഈ ശക്തി നമ്മുടെ ജീവിതത്തിൽ കളിമണ്ണായിരിക്കുന്ന നമ്മുടെ ശരീരത്തിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ നടന്ന സംഭവങ്ങൾ, ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ, നാളെ വരാനിരിക്കുന്ന സംഭവങ്ങൾ, വ്യക്തി ജീവിതങ്ങളുടെ മേലാകട്ടെ, ലോകരാഷ്ട്രങ്ങളുടെ മേലാകട്ടെ, ദേശീയ തലത്തിലാകട്ടെ, എല്ലാ തരത്തിലുള്ള ദൈവിക വെളിപ്പാടുകൾ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുവാനും അത് മറ്റുള്ളവർക്ക് ജീവിതത്തിൽ അത് ആവശ്യത്തിന് ഉതകുവാനും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാനൊക്കെ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഓരോ വ്യക്തി ജീവിതങ്ങളിലും ദൈവം ഇടപെടുന്ന ദിവസങ്ങൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ദൈവിക ശക്തി, ഈ ശക്തിയുടെ അളവുറ്റ വലുപ്പത്തിന് 4 അർത്ഥതലങ്ങളുണ്ട്. 4 അർത്ഥതലങ്ങളെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു മീനിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ശക്തി നമ്മുടെ അളവിനനുസരിച്ചാണ് തരുന്നത്. ഈ ശക്തി അളവിനനുസരിച്ച് തരുന്നു. ഈ ശക്തി അളവിനനുസരിച്ച് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്കറിയാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പവർ എന്താണെന്ന്. അത് നമ്മുടെ മൺകൂടാരങ്ങളിൽ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല, നമുക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല. അപ്പം ഈ ശക്തി നമുക്ക് എവിടെയാണോ വേണ്ടത് അതിന്റെ അളവിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാവീദ് തന്റെ
പിന്നെ സിംഹത്തെയും കരടിയൊക്കെ കീറിക്കളഞ്ഞ ആ ഒരു സമയം, ആ ഒരു ദൈവ സാന്നിധ്യത്തിലുണ്ടായ ശക്തി. അതുപോലെ തന്നെ ശിംശോൻ തന്റെ ബന്ധനങ്ങൾ ബന്ധിച്ചിരുന്ന സമയങ്ങളിൽ ഉണ്ടായപ്പോൾ ബന്ധനം പൊട്ടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ശിംശോൻ ദാഗോന്റെ ക്ഷേത്രത്തിൽ കണ്ണൊക്കെ പൊട്ടിച്ച് ബന്ധിതനായിരിക്കുന്ന സമയത്ത് ദാഗോന്റെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് തന്റെ 2 കൈയും ആ തൂണിൽ പിടിച്ചുകൊണ്ട് താൻ ദൈവത്തോട് തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ശിംശോന് മേൽ വ്യാപരിച്ച ശക്തി, എന്റെ അളവിന്റെ വലിപ്പം, ഞാൻ പറഞ്ഞില്ലേ, അത് തന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ശക്തിയാണ്. തന്റെ വിശ്വസിക്കുന്ന, അതാണ് വായിച്ചില്ലേ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ശക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അളവിനനുസരിച്ച് ശക്തി നമുക്ക് തരുന്നു എന്നുള്ളതാണ്. വേറൊരു അർത്ഥതലം എന്ന് പറയുന്നത് ശക്തി കൃത്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ശക്തി, ദൈവത്തിന്റെ ശക്തി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, നമ്മളൊന്നും അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ അവസരങ്ങൾ, നമ്മുടെ വിഷയങ്ങൾ മധ്യേ ദൈവം കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നതാണ് ഈ വിശ്വസിക്കുന്ന അത്യന്ത ശക്തി. നമുക്കറിയാം, ഏലിയാവ് മഴ പെയ്യത്തില്ല, 3 വർഷം മഴയോ മഞ്ഞോ പെയ്യത്തില്ല എന്ന് പ്രവചിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ 3 വർഷം മഴയും മഞ്ഞും പെയ്യത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം താൻ എന്ത് ചെയ്തു? മഴയും മഞ്ഞും വരുമെന്ന് വീഴുന്നു, അല്ലെങ്കിൽ എന്താണ് അത് മഴയ്ക്കുള്ള സാധ്യത ഉണ്ട് എന്ന് പ്രവചിച്ച സമയത്ത് എന്നെ മുന്നേ ദാവീദ് ചില ക്രമീകരണങ്ങൾ നടത്തുന്നതായിട്ട് നമുക്കറിയാം. അവൻ യാഗമൊക്കെ കഴിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് എന്ത് പറയുന്നത്? മഴയ്ക്കുള്ള ഒരു കോള് കാണുന്നുണ്ടെന്ന് പറയും. പക്ഷേ ഏലിയാവ് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു, മല കയറി പോയത്, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തതും പ്രാർത്ഥിച്ചതും ഒക്കെ തന്റെ സ്വന്തം ശക്തിയോട് പ്രാർത്ഥിച്ചു. എങ്കിലും അവിടെ നിന്ന് മഴ വന്നപ്പോൾ മഴയ്ക്ക് മുന്നേ മഴയ്ക്ക് മുന്നേ ഓടി രക്ഷപ്പെടുവാനുള്ള ഒരു ശക്തി ഏലിയാവിന് ലഭിച്ചത് നമ്മൾ പറയുന്ന പോലെ അവരിൽ വിശ്വസിക്കുന്നവൻ വ്യാപരിക്കുന്നവൻ നമ്മൾ അറിയേണ്ട അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആഹാബ് നേരത്തെ രഥം കൂട്ടി ആഹാബ് ഓടി. പക്ഷേ ആ ആഹാബ് എത്തുന്നതിന് മുമ്പേ തന്നെ തനിക്ക് എത്തിപ്പെടുവാൻ ദൈവം സഹായിച്ചത് ഏലിയാവിന്മേൽ വ്യാപരിച്ചിരുന്ന അത്യന്ത ശക്തിയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ വേറൊരു ഭാഗം പറയുന്നത്, കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിക്കുകയും മറ്റേ കൈകൊണ്ട് ആ കൊടുങ്കാറ്റിനെ തടയുകയും ചെയ്യുന്ന ഒരവസ്ഥ, ആ വ്യാപരിക്കുന്ന ശക്തിയുടെ അത്യന്ത ശക്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. കൊടുങ്കാറ്റിൻ്റെതായ സമാനമായ പല പ്രശ്നങ്ങളും പല പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് നമ്മളെ അദർശകരം ആ കൊടുങ്കാറ്റിനെ തടയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതുപോലെ തന്നെ ആ കൊടുങ്കാറ്റിനെ തടയുകയും നമ്മളെ മറ്റേ കൈകൊണ്ട് എന്താണ് ദൈവം നമുക്ക് ഒരു പോറൽ പോലും പറ്റാതെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവമാണ് ഈ അത്യന്ത ശക്തിയുടെ വേറൊരു അർത്ഥതലം എന്ന് പറയുന്നത്. അടുത്ത ഈ ഒരു അർത്ഥതലം എന്ന് പറയുന്നത്, ചലനമറ്റ ഞാടി ഞരമ്പുകളിൽ പ്രവർത്തിക്കുന്ന അവന്റെ അളവറ്റ അത്യന്ത ശക്തി. ഇപ്പോൾ നമുക്ക് കാണാം, ദൈവം തൻ്റെ ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്ന വാക്കോട് കൂടിയാണ് അത് ചെയ്തത്. പിന്നെ അതിനുശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഉണ്ടാകട്ടെ എന്നല്ല പറഞ്ഞത്, നിലത്തെ പൊടി കൊണ്ടാണ് യേശു ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്. അടുത്ത് ആദാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ഹവ്വയെ സൃഷ്ടിക്കുന്ന തലത്തില് അത് നിലത്തെ പൊടി കൊണ്ടോ ഉണ്ടാകട്ടെ എന്നും അല്ല പറഞ്ഞത്, ആദാമിന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്താണ് ഹവ്വയെ സൃഷ്ടിച്ചത്. അവിടെ ഓരോ സൃഷ്ടികളുടെ നടപടിക്രമങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ അവിടെ അവരിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടിയിട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ബയോളജിക്കൽ ലെവലില് അവരുടെ രക്തത്തിൽ നിന്നാണ് ഒരു കുഞ്ഞിനെ ദൈവം ജനിപ്പിച്ചത്. അത് വേറൊരു നടപടിക്രമമാണ്. അങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ബയോളജിക്കൽ ലെവലിലുള്ള ഈ നടപടിക്രമങ്ങൾ നടക്കാതെ പോയ വ്യക്തി ജീവിതങ്ങളിൽ ചിലരുടെ വ്യക്തി ജീവിത മേഖലകളിൽ ദൈവം എന്ത് ചെയ്തു? തന്റെ കരങ്ങൾ ചലിപ്പിച്ച് അവരിന്മേൽ ദൈവം അനുഭവപ്പെട്ടു നൽകുവാനായിട്ട് ദൈവം ഇടാക്കി. അല്ലെങ്കിൽ ഉദാഹരണം അറിയാം, ഹന്ന, എലിസബത്ത്, അങ്ങനെ ഒത്തിരി, ശമൂവേലിന്റെ മാതാവ് ഒക്കെ എല്ലാവരും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വാക്യം വായിക്കാം നമുക്ക്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നത ശക്തി നിന്റെ മേൽ വീഴും. താങ്ക് യു.
ഇവിടെ നമ്മൾ വായിച്ചു അത്യുന്നതന ശക്തി, നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ജനനം. ഈ പറഞ്ഞ ഒരു നടപടിക്രമങ്ങളൊന്നുമല്ല ദൈവമാണ് യേശുവിന്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. നമ്മൾ വായിച്ചു അവന്റെ അത്യന്ത ശക്തി അവന്മേൽ നിഴലിടും. അപ്പൊ നമ്മൾ വായിച്ചത് അവനിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഇപ്പോൾ ജനന പ്രക്രിയയിൽ തന്നെ ദൈവം പല മേഖലകളിൽ ദൈവം ഉപയോഗിച്ചെങ്കിലും യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ അവൻ ഉപയോഗിച്ചിരിക്കുന്ന പറയാണ് അവന്റെ അളവറ്റ ശക്തി അവന്മേൽ നിഴലിട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പൗലോസ് 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. വായിക്കാമോ 20-ാമത്തെ വാക്യം, എഫെസ്യർ എഴുതിയ ലേഖനം 20-ാമത്തെ വാക്യം 1. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവനെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർത്തുകയും സ്വർഗത്തിൽ തന്നെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലനാമത്തിനും അത്യന്തം വിലയിരുത്തുകയും സർവ്വം അവന്റെ കാൽ കീഴിലാക്കി വെച്ച് അവനെ സർവ്വത്തിൽ കൈയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ സർവായിരിക്കുന്നവരുടെ ശരീരമാവും സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ നമ്മൾ വായിക്കാൻ പറ്റുന്നത് ഒരു ഉദാഹരണം കൂടി പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെ അവനിൽ വ്യാപരിച്ചിരുന്ന അത്യന്ത ശക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിലെ ഇതുവരെ നടക്കാത്ത ഒരു മനുഷ്യന്റെ കണ്ണിനോ ഒരു ബുദ്ധിക്കോ ആർക്കോ ചിന്തിക്കാനോ ഗ്രഹിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു അത്ഭുതമാണ്, അതിശയമാണ് യേശു ക്രിസ്തുവിലുള്ള ജനനത്തിലും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിലും നമുക്ക് കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ യേശുവിന്റെ ഉയർപ്പും നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവൻ വിശ്വസിച്ച് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് യേശു ക്രിസ്തുവിലും തന്റെ ജീവിത പ്രക്രിയയിലും തന്നെ ഉയർപ്പിലും കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ അത് കഴിയുമ്പോൾ യേശുവിന്റെ ശിഷ്യനായ പത്രോസ് തന്റെ യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തും പത്രോസ് പല കാര്യങ്ങളും ചെയ്തുവെങ്കിലും വെള്ളത്തിൽ കൂടെ നടന്നത് തന്നെ സ്വന്തം ശക്തി കൊണ്ടല്ല, ദൈവത്തിൽ അവൻ വ്യാപരിച്ച തന്നെ ശക്തിയുടെ അളവുറ്റ വലിപ്പമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ പത്രോസും യോഹന്നാനും ഒരാലയത്തിന്റെ സുന്ദരമെന്ന ദേവാലയത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്ന ആ മുടന്തനെ സൗഖ്യമാക്കുമ്പോൾ ആ ശക്തിയുടെ വലിപ്പം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ മനസ്സിലാക്കാൻ കഴിയുന്നത് പൗലോസിന്റെ കാര്യം. പൗലോസാണ് ഈ ലേഖനം തന്നെ എഴുതിയിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ പല മേഖലകളിൽ ഈ അത്യന്ത ശക്തിയുടെ വലിപ്പം പൗലോസിന് രുചിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ രുചിച്ചറിയാൻ കഴിഞ്ഞത് കൊണ്ടാണ് പൗലോസ് ഈ ലേഖനത്തെ പരിശുദ്ധാത്മാവിനാലും കൂടി എഴുതാനുള്ള ഒരു കാരണം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പൗലോസ് താൻ റോമിലേക്ക് പോകുന്ന യാത്രയിൽ കപ്പൽക്ഷേത്രങ്ങളുണ്ടായി. പിന്നെ ഒരു മെൽത്ത എന്ന ദ്വീപിലേക്ക് കടന്നു. അവിടെ കിടന്നപ്പോൾ പൗലോസിനെ എന്ത് ചെയ്തു? ഒരു അണലി കടിക്കുകയുണ്ടായി. അണലി കടിച്ചപ്പോഴും പൗലോസ് എന്ത് ചെയ്തു? അത് കുടഞ്ഞു വേണം. നമുക്കറിയാം, അണലി കടിച്ച അവർക്ക് ജീവൻ നിലനിൽക്കത്തില്ല, മരണമാണ് അതിൻ്റെതായ അവസാനം എന്ന് പറയാം. ഇന്നത്തെ കാലത്തിൽ ഉള്ള ടെക്നോളജി ഒന്നും അന്നില്ലല്ലോ. പക്ഷേ അവിടെ തൻ്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിൽ വ്യാപരിക്കുന്ന തൻ്റെ അത്യന്ത ശക്തി കൊണ്ട് എന്ത് ചെയ്തു? അതിനെ കുടഞ്ഞു കളഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിന് യാതൊരു ഹാനിയും വന്നില്ല. ദൈവത്തിന്റെ പദ്ധതി എന്താണോ അതിലേക്ക് വരുവാനായിട്ട് പൗലോസിന് കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള പല അവസരങ്ങളിലും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഒത്തിരി മേഖലകളിൽ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് നടന്നിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും പല സമയങ്ങളിലും നമ്മുടെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ അവസരങ്ങളിലൊക്കെ ദൈവത്തിന്റെ അത്യന്ത ശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മകൾ നിലവിൽ ദൈവത്തോട് അനുഗ്രഹിക്കുന്നതാണ്.